ഹലോ കൂട്ടുകാരെ, നമ്മുടെ എൽ ബി എസിന്റെയും പി എൻ സി മാക്കിന്റെയും സി പാസിന്റെയും എല്ലാം അലോട്ട്മെന്റുകൾ അഡ്മിഷൻ പ്രോസസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. എം സി എഫ് എൻ സിക്കും സ്റ്റാർട്ട് ആകുന്നു. അങ്ങനെ ഈ ഒരു കേരളത്തിലെ നഴ്സിംഗിന്റെ BSc നഴ്സിംഗിന്റെ ഈ ഒരു അഡ്മിഷൻ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കുട്ടികൾ മെസ്സേജ് അയക്കുന്നുണ്ട്. ഞാൻ ഇന്ന് ഒരു ജസ്റ്റ് നമ്പർ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും ഈ കഴിഞ്ഞ 3 ദിവസം നമുക്ക് ഏകദേശം 300-ലേറെ കുട്ടികളാണ് നമുക്ക് ഇൻസ്റ്റാഗ്രാം ത്രൂ പല ഡൗട്ട്സും ചോദിച്ച് നമുക്ക് മെസ്സേജ് അയക്കുന്നത്. അവർക്ക് എല്ലാവർക്കും നമ്മളാവുന്ന വിധത്തിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ പല കുട്ടികളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട സംശയം, ഞാൻ ഏത് കോളേജ് തിരഞ്ഞെടുക്കണം, എങ്ങനെയാണ് ഒരു നല്ല കോളേജ് തിരഞ്ഞെടുക്കേണ്ടത്, എനിക്ക് ഈ കോളേജിനെ പറ്റി പറഞ്ഞു തരാമോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് പല കുട്ടികളും നമുക്ക് മെസ്സേജ് അയക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത് കേരളത്തിലെ 163 നഴ്സിംഗ് കോളേജുകളെ പറ്റിയാണ്. കേരളത്തിലെ 163 നഴ്സിംഗ് കോളേജുകൾ ആദ്യം നമ്മൾ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അതിൽ നിന്ന് നമ്മൾ സി പാസ്, കെയ്പ്പ്, സിമെറ്റ്, അതുകൂടാതെ സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ നമ്മൾ ജില്ല തിരിച്ച് കാണും. ഇങ്ങനെ ഓരോ കാറ്റഗറി തിരിച്ചായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോളേജുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. നമ്മൾ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലേക്ക് പോകുന്ന സമയത്ത് സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ ഓരോ ജില്ലയിലെ ടോപ്പ് 5 കോളേജുകളെ നമ്മളെ ഒരു അനാലിസിസിലൂടെ നമ്മൾ റാങ്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 5 കോളേജ് ആയിരിക്കും സെൽഫ് ഫിനാൻസിങ് മേഖലയിൽ നമ്മുടെ ഒരു അനാലിസിസിലെ ടോപ്പ് 5 എന്ന് പറയുന്നത്. ഞങ്ങളുടെ അനാലിസിസിന് ഞങ്ങൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ആയിരിക്കത്തില്ല നിങ്ങൾ കാണുന്നത്. അത് നിങ്ങൾക്ക് പല വേറെ മാനദണ്ഡങ്ങൾ ഉണ്ടാകാം. ഞങ്ങൾ ചൂസ് ചെയ്യുന്നത് പല കുട്ടികളുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഫീഡ്ബാക്സ്, അവിടെ നിന്നുള്ള എക്സ്പോഷർ, അവരുടെ പാരന്റ് ഹോസ്പിറ്റൽ, ആ ഒരു പാരന്റ് ഹോസ്പിറ്റലിന്റെ ആ ഒരു അക്രഡിറ്റേഷൻ തുടങ്ങിയ കാര്യങ്ങൾ ഒക്കെ പരിഗണിച്ചാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഒരു കോളേജ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിൽ ഒന്നാമത്തേത് നമ്മുടെ നേറ്റീവ് ജില്ല ഏത്, ആ നേറ്റീവ് ജില്ലയിൽ തന്നെയുള്ള ഒരു കോളേജ് സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം എപ്പോഴും കമ്മ്യൂട്ട് ചെയ്യാനായിട്ടും ഇടയ്ക്ക് വീട്ടിൽ വന്ന് പോകാനായിട്ടും ഒക്കെ എളുപ്പം എപ്പോഴും സ്വന്തം ജില്ലയിൽ ഒരു കോളേജ് സെലക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ വീടിനോട് ഏറ്റവും നിയർ ബൈ ആയിട്ടുള്ളത്. ഇപ്പോൾ വേറെ ഏതെങ്കിലും ജില്ലയുടെ ബോർഡറിലാണ് നിൽക്കുന്നതെങ്കിൽ അവരുടെ ഏറ്റവും നിയർ ബൈ ആയിട്ടുള്ള കോളേജ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾക്ക് ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി പ്രിഫറൻസ് കിട്ടുന്ന കോളേജുകൾ ഉണ്ടോ എന്ന് നോക്കുക. കമ്മ്യൂണിറ്റി പ്രിഫറൻസ് കിട്ടുന്ന കോളേജുകൾക്ക് പ്രാതിനിധ്യം നൽകിക്കൊണ്ട് ആ ഒരു രീതിയിൽ വേണം നമ്മുടെ ലിസ്റ്റ് തയ്യാറാക്കാനായിട്ട്. നമ്മുടെ ഈ ഒരു ഇവാലുവേഷനിലേക്ക് നമുക്ക് പോകാം. നമ്മുടെ ഇവാലുവേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേരളത്തിലെ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജുകളെ വെച്ചിട്ടാണ്. കേരളത്തിൽ 14 ഗവൺമെന്റ് നഴ്സിംഗ് കോളേജുകളാണുള്ളത്. ഈ ഗവൺമെന്റ് 14 നഴ്സിംഗ് കോളേജുകളിൽ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് ആലപ്പുഴ, കണ്ണൂർ, കോഴിക്കോട്, കോട്ടയം, തൃശ്ശൂർ എന്നിവിടങ്ങളിൽ 80 സീറ്റുകൾ വീതമാണ് BSc നഴ്സിംഗിനായിട്ട് നൽകിയിരിക്കുന്നത്. ഈ 80 സീറ്റുകളും LBS ത്രൂ ആണ് നൽകുന്നത്. കൂട്ടുകാർ, ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഓരോ കോളേജിനും എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യേകതകളുണ്ടോ, ഈ ഒരു കോളേജിന്റെ അലോട്ട്മെന്റ് എങ്ങനെയാണ്. ഇപ്പോൾ ഒരു കാറ്റഗറി കോളേജ് നമ്മൾ എടുക്കുന്ന സമയത്ത് ആ ഒരു കോളേജിന്റെ 50% സീറ്റ് എന്താണെങ്കിലും LBS ആയിരിക്കും. സെൽഫ് ഫിനാൻസിംഗിലേക്ക് വരുമ്പോഴേക്കും ഗവൺമെന്റിലേക്ക് ഫുൾ സീറ്റുകൾ LBS ത്രൂ ആയിരിക്കും. ബാക്കി പകുതി സീറ്റുകൾ 50% സീറ്റുകൾ എങ്ങനെയാണ് അവർ ഡിസ്പേഴ്സ് ചെയ്യുന്നത്, ഏത് അസോസിയേഷൻ ത്രൂ ആണ്, PNC മാക് ആണോ അല്ലെങ്കിൽ AMCS FNCK ആണോ, ഇതൊന്നും അല്ലാതെ കേരളത്തിലെ സ്റ്റാൻഡ് അലോൺ കുറച്ച് കോളേജുകളുണ്ട്. ഈ സ്റ്റാൻഡ് അലോൺ കോളേജിന്റെ ക്രൈറ്റീരിയയിലാണോ ഇത് വരുന്നത് തുടങ്ങിയവയൊക്കെ നോക്കിയായിരിക്കും നമ്മളത് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു വിഷ് ലിസ്റ്റ് അല്ലെങ്കിൽ ഒരു പ്രിഫറൻസ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വലിയ ഹെൽപ്ഫുൾ ആകുന്ന രീതിയിൽ സെറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇനി ഈ ഗവൺമെന്റ് കോളേജ് ട്രിവാൻഡ്രത്തിന്റെ കാര്യം എടുത്താൽ, ഗവൺമെന്റ് കോളേജ് ട്രിവാൻഡ്രത്തിൽ മെയിൻ ക്യാമ്പസിൽ 90 സീറ്റും അനക്സിൽ 100 സീറ്റുമാണുള്ളത്. അങ്ങനെ മൊത്തം 190 സീറ്റാണ് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് ട്രിവാൻഡ്രത്തിലുള്ളത്. എറണാകുളത്തേക്ക് വന്നാൽ എറണാകുളത്തും 80 സീറ്റാണുള്ളത്. ഇനി അടുത്തത് കൊല്ലം, മഞ്ചേരി, പത്തനംതിട്ട, കാസർഗോഡ്, ഇടുക്കി, വയനാട് എന്നിവിടങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ 60 സീറ്റുകൾ വീതമാണുള്ളത്. ഇനി പാലക്കാടേക്ക് വന്നു കഴിഞ്ഞാൽ പാലക്കാട് മൊത്തം 100 സീറ്റാണുള്ളത്. അതിൽ തന്നെ 40 സീറ്റ് SC കമ്മ്യൂണിറ്റിക്ക് വേണ്ടി, ഷെഡ്യൂൾഡ് കാസ്റ്റ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി റിസർവ്ഡ് ആയിട്ടുള്ളതാണ്. ഈ 14 നഴ്സിംഗ് കോളേജുകളിൽ ഞങ്ങൾ 1, 2, 3 എന്ന് പറഞ്ഞ് ഞങ്ങൾ റാങ്കിങ് കൊടുക്കുന്നത്, ഒന്നാമത്തെ റാങ്ക് കൊടുക്കുന്നത് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് കോഴിക്കോടിനാണ്. രണ്ടാമത്തെ റാങ്ക് കൊടുക്കുന്നത് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് ട്രിവാൻഡ്രത്തിനാണ്. മൂന്നാമത്തെ റാങ്ക് കൊടുക്കുന്നത് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് കോട്ടയത്തിനാണ്. ഞങ്ങളുടെ റാങ്കിങ് പ്രകാരം ഇവ മൂന്നുമാണ് കേരളത്തിലെ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജസിൽ ഞങ്ങൾ റാങ്ക് ചെയ്യുന്ന 3 നല്ല മികച്ച കോളേജുകൾ. ഈ 3 കോളേജ് 1, 2, 3 എന്ന് റാങ്ക് ചെയ്താൽ മറ്റു കോളേജുകളൊന്നും മോശമാണെന്നോ ചീത്തയാണെന്നോ ഒന്നും അല്ല അതിന്റെ അർത്ഥം. ഞങ്ങൾ ടോപ്പായിട്ടുള്ള 3 കോളേജസിനെ ഹാൻഡ് പിക്ക് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഓർഡർ പലരുടെയും ഒരു ക്രൈറ്റീരിയ വെച്ച് മറിയാവുന്നതാണ് എന്നുകൂടെ പറയുന്നു. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ മലബാർ ക്യാൻസർ സെന്ററിലേക്ക് പോകാം. മലബാർ ക്യാൻസർ സെന്ററിൽ മൊത്തം 40 സീറ്റാണുള്ളത്. ഈ 40 സീറ്റിൽ കൂട്ടുകാരെ, ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് എനിക്ക് പറയാനായിട്ടുള്ളത്, LBS ആപ്ലിക്കേഷൻ ത്രൂ ആണ് നമ്മുടെ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജുകളിലേക്ക് മുഴുവൻ അഡ്മിഷൻസ് നടക്കുന്നത്. ഈ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ മുഴുവൻ സീറ്റിലേക്കും അഡ്മിഷൻസ് നടക്കുന്ന LBS ത്രൂ ആണ്. ഏതെങ്കിലും തരത്തിലുള്ള സ്റ്റേറ്റിന്റെ അല്ലെങ്കിൽ സെൻട്രലിന്റെ പ്രത്യേക, അല്ലെങ്കിൽ ഏതെങ്കിലും ലക്ഷദ്വീപ് പോലത്തെ യൂണിയൻ ടെറിട്ടറീസിന്റെ ഒക്കെ പ്രാതിനിധ്യമുള്ള കുട്ടികൾക്ക് വരെ
അഡ്മിഷൻ അലോട്ട്മെന്റുകൾ ചിലപ്പോൾ ഗവൺമെന്റ് കോളേജുകളിലേക്ക് നടക്കാറുണ്ട്. അതെല്ലാം LBSന്റെ അണ്ടർടേക്കിങ്ങിലാണ് ഇതെല്ലാം നടക്കുന്നത്. അപ്പോൾ മുഴുവൻ സീറ്റുകളും LBS ത്രൂ ആണ് ഈ അലോട്ട്മെന്റുകൾ പ്രോസസ്സുകൾ മുഴുവൻ നടക്കുന്നത്. ഇനി അടുത്ത് നമ്മൾ കാണാനായിട്ട് പോകുന്നത് മലബാർ മെഡിക്കൽ കോളേജിന് അണ്ടറിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസ് ആൻഡ് റിസർച്ച് മലബാർ മെഡിക്കൽ സെന്റർ മൂഴിക്കര തലശ്ശേരി കണ്ണൂരാണ്. അതായത് മലബാർ ക്യാൻസർ സെന്റർ അണ്ടറിലുള്ള ഈ നഴ്സിംഗ് കോളേജിൽ മൊത്തത്തിൽ 40 സീറ്റാണുള്ളത്. ഈ 40 സീറ്റും ഈ 40 സീറ്റിൽ 34 സീറ്റ് മെറിറ്റ് അടിസ്ഥാനത്തിലും അല്ലെങ്കിൽ 34 സീറ്റ് നോർമൽ സീറ്റും 6 സീറ്റ് NRI സീറ്റുമാണ് വരുന്നത്. ഈ 6 NRI സീറ്റിലേക്കും ഈ വരുന്ന നോർമൽ 34 സീറ്റുകളിലേക്കുമുള്ള അഡ്മിഷൻസ് നടക്കുന്നത് LBS ത്രൂ ആണ്. LBS ത്രൂ തന്നെയാണ് ഈ ഒരു അഡ്മിഷൻസ് നടക്കുന്നത്. ഈ മലബാർ ക്യാൻസർ സെന്റർ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ കേരളത്തിന്റെ ഒരു തനതായ ഒരു ക്യാൻസർ സെന്ററാണ്. RCCയോട് കിടപിടിക്കാനായിട്ട് മലബാർ മേഖലയിൽ ക്യാൻസർ സെന്ററിന്റെ ഒരു സൗകര്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടി സർക്കാർ സ്ഥാപിച്ച ഒന്നാണ് മലബാർ ക്യാൻസർ സെന്റർ. ആ ഒരു മലബാർ ക്യാൻസർ സെന്റർ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഈ ഒരു നഴ്സിംഗ് കോളേജ് നല്ല മികവുറ്റ ഒന്നാണ്. ഈ ഒരു ക്യാൻസർ സെന്റർ സ്റ്റാൻഡ് അലോൺ ആണ്. ഈ ഒരു ക്രൈറ്റീരിയയിൽ ഈ ഒരൊറ്റ കോളേജ് മാത്രമേ ഉള്ളൂ. മലബാർ മേഖലയിലുള്ളവരെ ഒരു പ്രാതിനിധ്യം നൽകി റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് മലബാർ ക്യാൻസർ സെന്ററിന് പ്രിഫറൻസ് നൽകി എടുത്താൽ നിങ്ങൾക്ക് നല്ല ഒരു എക്സ്പോഷർ കിട്ടുന്നതായിരിക്കും. കൂടുതൽ അടുത്തായിട്ട് നമ്മൾ കാണാനായിട്ട് പോകുന്ന സിമറ്റ് കോളേജസിനെ പറ്റിയാണ്. സിമറ്റ് കോളേജസ് കേരളത്തിൽ 11 കോളേജുകളാണുള്ളത്. ഈ 11 കോളേജുകൾ എറണാകുളം, അതായത് എറണാകുളത്ത് പള്ളുരുത്തിയിൽ, അതുകൂടാതെ പാലക്കാട് മലമ്പുഴ, അതുകൂടാതെ ട്രിവാൻഡ്രത്ത് മുട്ടത്തറ, കാസർഗോഡ് ഉദുമയിൽ, പിന്നെ വർക്കല, നെയ്യാറ്റിൻകര, നൂറനാട്, ധർമ്മടം, തളിപ്പറമ്പ്, കോന്നി, താനൂര്, കൊല്ലത്ത് ചവറ എന്നീ സ്ഥലങ്ങളിലാണ് സിമറ്റ് കോളേജസ് ഉള്ളത്. സിമറ്റ് കോളേജസിലേക്കും അഡ്മിഷൻസ് നമുക്ക് മൊത്തം 60 സീറ്റുകളാണുള്ളത്. ഈ 60 സീറ്റിൽ ഈ 60ന്റെ 15%, അതായത് 9 സീറ്റ് NRI കോട്ടയിലേക്ക് നീക്കി വെച്ചിട്ടുണ്ട്. ഈ അഡ്മിഷൻസ് മുഴുവൻ നടക്കുന്നത് LBS ത്രൂ ആണ് എന്നുള്ള കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇനി പല കുട്ടികളും കമന്റ് ബോക്സിലൊക്കെ മെസ്സേജ് അയക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സിമറ്റ് കോളേജസിന് പല കോളേജുകൾക്കും ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരമില്ല, അല്ലെങ്കിൽ അത് കുഹാസിന്റെ അണ്ടറിലല്ല പ്രവർത്തിക്കുന്നത് തുടങ്ങിയ കമന്റുകൾ പലരും പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന് അംഗീകാരമില്ലാത്ത കോളേജുകളെ LBS അവരുടെ ഈ ഒരു അലോട്ട്മെന്റ് പ്രോസസ്സിൽ ഉൾപ്പെടുത്തുന്നതല്ല. അതാണ് ആദ്യത്തെ. LBSന് അലോട്ട്മെന്റ് പ്രോസസ്സിൽ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ആ ഒരു കോളേജ് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിനെയും കേരള നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കൗൺസിലിന്റെയും ആ ഒരു പ്രോസസ്സിലൂടെ കടന്നുപോയി അവരുടെ അഡ്മിഷൻ അലോട്ട്മെന്റിന് മുൻപേ ഉള്ള അവരുടെ ഈ ഒരു ഇൻസ്പെക്ഷൻ ഉണ്ട്. ഇൻസ്പെക്ഷൻ പ്രോസസ്സ് കഴിഞ്ഞ് അപ്രൂവൽ കിട്ടിയെങ്കിൽ മാത്രമാണ് LBSന്റെ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടാനായിട്ട് അവർക്ക് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഈ ഒരു കോളേജസ് എല്ലാം INC അപ്രൂവ്ഡ് ആണ്. അത് കൂടാതെ തന്നെ ഈ LBSന്റെ അണ്ടറിൽ അലോട്ട്മെന്റ് നടക്കുന്ന 163 കോളേജും കുഹാസുമായിട്ട്, അതായത് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസുമായിട്ട് അഫിലിയേറ്റഡ് ആണ്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ കോളേജുകളെല്ലാം കുഹാസുമായിട്ട് അഫിലിയേറ്റഡ് ആണ്. അപ്പൊ ആ ഒരു കാര്യത്തിൽ ആർക്കും സംശയങ്ങൾ ആവശ്യമില്ല. ഇത്രയും കോളേജുകളാണ് നമുക്ക് സിമറ്റിന്റെ അണ്ടറിലുള്ളത്. സിമറ്റ് കോളേജുകളിൽ 1, 2, 3 റാങ്കിങ് നമ്മൾ നൽകുന്നത് എറണാകുളത്തിനും അതുകൂടാതെ മലമ്പുഴയ്ക്കും മുട്ടത്തറയിൽ ട്രിവാൻഡ്രത്തുള്ള മുട്ടത്തറ ക്യാമ്പസിനുമാണ് നമ്മൾ 1, 2, 3 റാങ്കിങ്ങുകൾ നൽകുന്നത്. ബാക്കി സിമറ്റ് കോളേജുകൾക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ ഒരു സിമറ്റ് കോളേജുകൾ LBS ത്രൂ NRI കോട്ടയ്ക്ക് അപ്ലൈ ചെയ്യുന്നവരെ മനസ്സിലാക്കുക, നിങ്ങൾ പ്രത്യേകമായിട്ട് ലിസ്റ്റ് ചെയ്യേണ്ടത് സിമറ്റ് കോളേജുകളും ഈ മലബാർ ക്യാൻസർ സെന്ററും അതുകൂടാതെ കേപ്പ് CPAS കോളേജുകളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വേണം ഈ ഒരു പ്രോസസ്സിലേക്ക്, NRIയുടെ പ്രോസസ്സിലേക്ക് നിങ്ങൾ കടക്കാനായിട്ട്. കൂട്ടുകാരെ, അടുത്ത് നമ്മൾ കാണാനായിട്ട് പോകുന്നത് CPASന്റെ അണ്ടറിലുള്ള കോളേജുകളെ പറ്റിയാണ്. സെന്റർ ഫോർ പ്രൊഫഷണൽ ആൻഡ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ്, അതാണ് CPAS എന്ന് പറയുന്നത്. CPASന്റെ അണ്ടറിൽ ഒരുപാട് സ്കൂളുകളുണ്ട്. അതിൽ ഒന്നാണ് സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ, അതായത് SME എന്ന് പറയും. ഈ SMEയുടെ അണ്ടറിൽ വരുന്ന മെഡിക്കൽ ക്യാമ്പസുകളെയാണ് നമ്മൾ CPASന്റെ അണ്ടറിലെ നഴ്സിംഗ് കോളേജുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് കാണാം. നമുക്ക് മുഴുവൻ 8 CPAS കോളേജുകളാണുള്ളത്. ഈ 8 CPAS കോളേജുകളിൽ എങ്ങനെയാണ് ഇതിന്റെ സീറ്റ് ഡിവിഷൻ നമുക്കൊന്ന് കാണാം. പത്തനംതിട്ടയിൽ ചുട്ടിപ്പാറയിലുള്ള ക്യാമ്പസ്, അതുകൂടാതെ കോട്ടയത്ത് ഗാന്ധിനഗർ ക്യാമ്പസ്, കോട്ടയത്ത് തന്നെ പാലായിലുള്ള ക്യാമ്പസ്, കൂത്താട്ടുകുളത്ത് മണിമലക്കുന്ന് ക്യാമ്പസ്, കോട്ടയത്ത് തന്നെ പുതുപ്പള്ളി ക്യാമ്പസ്, ഇടുക്കിയിലുള്ള നെടുങ്കണ്ടം ക്യാമ്പസ്. ഇത്രയും ക്യാമ്പസുകളിൽ, ഈ 6 ക്യാമ്പസുകളിൽ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ 6 ക്യാമ്പസുകളുടെ പകുതി സീറ്റുകളാണ് LBS ത്രൂ അലോട്ട്മെന്റിനായിട്ട് നൽകിയിരിക്കുന്നത്. ബാക്കി പകുതി സീറ്റുകൾ CPAS ഡയറക്റ്റ് CPASന്റെ അലോട്ട്മെന്റ് പ്രോസസ്സിലൂടെയാണ് അവർ ഈ സീറ്റുകൾ നൽകുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, CPASന്റെ അലോട്ട്മെന്റ് പ്രോസസ്സിലൂടെയാണ് ഈ 6 ക്യാമ്പസുകളിലേക്കുള്ള ബാക്കി സീറ്റുകൾ നൽകുന്നത്. ഈ സീറ്റുകളാണ് CPASന്റെ NRI കോട്ടയിൽ നമ്മൾ CPASലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. CPAS ത്രൂ ആണ് എന്ന് മനസ്സിലാക്കുക. CPASന്റെ അഡ്മിഷൻ പ്രോസസ് ഡീറ്റെയിൽ ചെയ്ത് നമ്മൾ വേറൊരു വീഡിയോ, ഫുൾ ഡീറ്റെയിൽഡ് പ്രോസസ്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തൊരു വീഡിയോ ചെയ്തിരുന്നു. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് CPASന്റെ പ്രോസസ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ബാക്കി സീറ്റുകൾ നോർമൽ LBS പോലെയാണ്.
ഈ സിപാസിൽ തന്നെ 3 ക്യാമ്പസുകൾ, കൊട്ടാരക്കര ക്യാമ്പസ്, കാഞ്ഞിരപ്പള്ളി ക്യാമ്പസ്, സീതത്തോട് ക്യാമ്പസ്. ഈ ക്യാമ്പസിലെ എല്ലാ സീറ്റുകളും, അതായത് ഇൻക്ലൂഡിംഗ് NRI സീറ്റുകൾ, ഡയറക്റ്റ് LBS ത്രൂ ആണ് നടക്കുന്നത്. അതായത് കൊട്ടാരക്കര ക്യാമ്പസിൽ 40 സീറ്റുണ്ട്, കാഞ്ഞിരപ്പള്ളി ക്യാമ്പസിൽ 40 സീറ്റുണ്ട്. ഈ 40 സീറ്റിൽ 6 സീറ്റ് NRI കോട്ടയാണ്. അത് LBS ത്രൂ ആണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, സിപാസിൽ തന്നെ NRI 2 വിധത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. പത്തനംതിട്ട ക്യാമ്പസിൽ 30 സീറ്റുണ്ട്, അതിൽ 5 സീറ്റ് NRIക്ക് റിസർവ്ഡ് ആണ്. അപ്പോൾ സിപാസിനെ പറ്റിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത് നമ്മൾ കാണാനായിട്ട് പോകുന്ന കേപ്പ് കോളേജസിനെ പറ്റിയാണ്. കോപ്പറേറ്റീവ് അക്കാഡമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ, അതാണ് കേപ്പ് എന്ന് പറയുന്നത്. കേപ്പിന്റെ അണ്ടറിൽ 3 കോളേജുകളാണുള്ളത്. ആലപ്പുഴയിലും പത്തനാപുരത്തും ആറന്മുളയിലും 3 കോളേജുകളാണുള്ളത്. ഇതിൽ തന്നെ ആലപ്പുഴ കോളേജിൽ 50 സീറ്റാണുള്ളത്, പത്തനാപുരം കോളേജിൽ 60 സീറ്റും ആറന്മുള കോളേജിൽ 30 സീറ്റുമാണ് ഈ ഒരു കേപ്പിന്റെ അണ്ടറിലുള്ളത്. ഈ കേപ്പിന്റെ കോളേജുകളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കേപ്പിന്റെ മുഴുവൻ സീറ്റുകളും LBS ത്രൂ ആണ് അഡ്മിഷൻ അലോട്ട്മെന്റ് പ്രോസസ്സുകൾ നടക്കുന്നത്. ഇതിൽ 15% സീറ്റുകൾ NRI ത്രൂ ആണ്. അതായത് ആലപ്പുഴയിൽ 8 സീറ്റും പത്തനാപുരത്ത് 9 സീറ്റും ആറന്മുളയിൽ 5 സീറ്റും LBS ത്രൂ ആണ് ഈ ഒരു NRI സീറ്റുകൾ ഫില്ലാകുന്നത്. ഇത്രയും NRI സീറ്റുകളുണ്ട്. ആ NRI സീറ്റുകളും LBS ത്രൂ ആണ് ഫില്ലാകുന്നത് നമ്മൾ മനസ്സിലാക്കുക. കേപ്പ് കോളേജുകൾ സഹകരണ ഡിപ്പാർട്ട്മെന്റ് അണ്ടറിലുള്ള സഹകരണ കോളേജുകളാണ്. ആ ഒരു കോപ്പറേറ്റീവ് അക്കാഡമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ, കോപ്പറേറ്റീവ് മേഖലയിലുള്ള കോളേജുകളാണ് കേപ്പ് എന്ന പേരിൽ സെഗ്രിഗേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് ഒരു പുതിയ കാറ്റഗറി ആയിട്ട് ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു ഗവൺമെന്റ് എയ്ഡഡ് ആയിട്ടാണ് ഈ കോളേജുകൾ പ്രവർത്തിക്കുന്നത്. പക്ഷേ ഗവൺമെന്റ് എയ്ഡഡ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഗവൺമെന്റ് കോളേജുകളിൽ മാത്രമാണ് ഫീസ് റിഡക്ഷൻ ഉള്ളത്, എന്തെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങളുള്ളത്. ഈ ഗവൺമെന്റ് എയ്ഡഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന കോളേജുകളിലൊന്നും തന്നെ ഫീസ് റിഡക്ഷൻ ഇല്ല. ഈ ഗവൺമെന്റ് എയ്ഡഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന കോളേജുകളിലും സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലും ഒരേ സീറ്റുകൾ തന്നെയായിരിക്കും, അല്ലെങ്കിൽ ഒരേ ഇതിലുള്ള ഫീസുകൾ തന്നെയായിരിക്കും എല്ലാ കുട്ടികൾക്കും നിന്നും ഈടാക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ അടുത്തതായിട്ട് കാണാനായിട്ട് പോകുന്ന സെൽഫ് ഫിനാൻസിങ് കോളേജുകളെ പറ്റിയാണ്. സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ പകുതി സീറ്റുകൾ LBS ത്രൂവും ബാക്കി പകുതി സീറ്റുകൾ ഐദർ PNC MAC അല്ലെ AMCS FNCക്ക് അല്ലെങ്കിൽ സ്റ്റാൻഡ് അലോൺ അവർ ഡയറക്റ്റ് ആയിട്ടായിരിക്കും ഈ കോളേജുകൾ ചെയ്യുന്നത്. ഈ NRI സീറ്റുകളെല്ലാം തന്നെ ഡയറക്റ്റ് കോളേജുകളായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നതെന്നുള്ള കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഒരു PNC MACലേക്ക് നമ്മൾ അല്ലെങ്കിൽ AMCS FNCലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഓരോ അഡ്മിഷൻ പ്രോസസ്സുകളുണ്ട്. അത് ഡീറ്റെയിൽ ചെയ്ത് നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സെപ്പറേറ്റ് അഡ്മിഷൻ പ്രോസസ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന ഓരോ ജില്ലയിലെയും കോളേജുകൾ എങ്ങനെയാണ്, നല്ല കോളേജുകൾ ഏതൊക്കെയാണ്, എത്ര കോളേജുകൾ ഓരോ ജില്ലയിലുമുണ്ട്, ഇതിൽ PNC MACന്റെ അണ്ടറിൽ എത്ര കോളേജ് ഉണ്ട്, AMCS FNCയുടെ അണ്ടറിൽ എത്ര കോളേജ് ഉണ്ട് തുടങ്ങിയവയാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു വീഡിയോ പോകുന്നത്. നമുക്ക് തലസ്ഥാന നഗരമായ തിരുവനന്തപുരം തുടങ്ങി അങ്ങേ അറ്റത്തുള്ള കാസർഗോഡ് വരെ നമ്മൾ ഓരോ ജില്ലകളെയും 14 ജില്ലകളിലൂടെ നമ്മൾ കടന്നു പോകും. ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ട്രിവാൻഡ്രം ജില്ലയിൽ നിന്നാണ്. ട്രിവാൻഡ്രം ജില്ലയിൽ മൊത്തം 14 നഴ്സിംഗ് കോളേജുകളാണുള്ളത്. സ്റ്റാർട്ടിംഗ് വിത്ത് കോളേജ് ഓഫ് നഴ്സിംഗ് അനന്തപുരി ഹോസ്പിറ്റൽസിന്റെ അണ്ടറിലുള്ളത്. അവിടെ മൊത്തം 60 സീറ്റുകളാണുള്ളത്. ഇനി CSI കോളേജ് ഓഫ് നഴ്സിംഗ് കാരക്കോണത്ത് 100 സീറ്റുണ്ട്. ലിറ്റിൽ ഫ്ലവർ കോളേജ് ഓഫ് നഴ്സിംഗ് കുളത്തൂര്, അവിടെ 55 സീറ്റാണുള്ളത്. കിംസ് കോളേജ് ഓഫ് നഴ്സിംഗ് ട്രിവാൻഡ്രത്ത് 100 സീറ്റുണ്ട്. ഇനി അടുത്തത് നമ്മൾ വരുന്നത് നിംസ് കോളേജ് ഓഫ് നഴ്സിംഗ് ആണ്. നിംസിൽ നമുക്ക് മൊത്തം 87 സീറ്റാണുള്ളത്. PRS കോളേജ് ഓഫ് നഴ്സിംഗിൽ 80 സീറ്റുണ്ട്. ശ്രീ ഗോകുലം നഴ്സിംഗ് കോളേജിൽ 100 സീറ്റാണ് മൊത്തമുള്ളത്. സരസ്വതി കോളേജ് ഓഫ് നഴ്സിംഗിൽ 70 സീറ്റ്. ശിവഗിരി SN മെഡിക്കൽ മിഷൻ കോളേജ് ഓഫ് നഴ്സിംഗിൽ 35 സീറ്റ്. ശ്രീ ശാരദ കോളേജ് ഓഫ് നഴ്സിംഗിൽ 40 സീറ്റ്. കോപ്പറേറ്റീവ് കോളേജ് ഓഫ് നഴ്സിംഗ് ട്രിവാൻഡ്രത്ത് 90 സീറ്റ്. SP ഫോർട്ട് കോളേജ് ഓഫ് നഴ്സിംഗിൽ 40 സീറ്റ്. നൈറ്റിംഗൽ കോളേജ് ഓഫ് നഴ്സിംഗിൽ 60 സീറ്റ്. രുക്മിണി കോളേജ് ഓഫ് നഴ്സിംഗിൽ വെള്ളാരടയിലുള്ള രുക്മിണി കോളേജ് ഓഫ് നഴ്സിംഗിൽ 40 സീറ്റ് എന്നിങ്ങനെയാണ് ടോട്ടൽ സീറ്റുകൾ. ഇതിൽ പകുതി സീറ്റ് LBSഉം പകുതി സീറ്റ് മാനേജ്മെന്റ് സീറ്റുമാണ് വരുന്നത്. ഈ ഒരു ലിസ്റ്റിലെ 3 കോളേജുകൾ, അതായത് CSI കോളേജ് ഓഫ് നഴ്സിംഗ് കാരക്കോണം, ലിറ്റിൽ ഫ്ലവർ കോളേജ് ഓഫ് നഴ്സിംഗ് കുളത്തൂര്, അതുകൂടാതെ തന്നെ കോപ്പറേറ്റീവ് കോളേജ് ട്രിവാൻഡ്രം, ഈ 3 കോളേജുകൾ ഒഴികെ ബാക്കി വരുന്ന എല്ലാ കോളേജുകളും PNC MACന്റെ അണ്ടറിലാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ കോളേജുകളിലേക്കുള്ള അഡ്മിഷൻസ് അവർ ഡയറക്റ്റ് ആണ് ചെയ്യുന്നത്. ബാക്കി ഉള്ള കോളേജുകൾ PNC MACന്റെ അണ്ടറിലാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇനി അത് കൂടാതെ തന്നെ AMCS FNCക്ക് ട്രിവാൻഡ്രം ജില്ലയിൽ കോളേജുകൾ ഇല്ല എന്നുള്ള കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഈ 11 കോളേജുകൾ PNC MACന്റെ അണ്ടറിൽ വരുന്നതാണെങ്കിൽ പോലും ഈ കോളേജുകളിൽ ഒന്നിൽ പോലും ക്രിസ്ത്യൻ മൈനോറിറ്റി വെയിറ്റേജോ അല്ലെങ്കിൽ മുസ്ലിം മൈനോറിറ്റി വെയിറ്റേജോ ഇല്ല. നമ്മൾ അടുത്തത് പോകുന്നത് കൊല്ലം ജില്ലയിലേക്കാണ്. കൊല്ലം ജില്ലയിൽ മൊത്തം 11 കോളേജുകളാണുള്ളത്. 11 കോളേജുകളിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ അസീസിയ കോളേജ് ഓഫ് നഴ്സിംഗ് ഉണ്ട്, ബിഷപ്പ് ബെൻസിഗർ കോളേജ് ഓഫ് നഴ്സിംഗ് ഉണ്ട്, ഹോളി ക്രോസ് കോളേജ് ഓഫ് നഴ്സിംഗ് കൊട്ടിയം, പിന്നെ അതുകൂടാതെ സെന്റ് ജോസഫ് കോളേജ് ഓഫ് നഴ്സിംഗ് അഞ്ചൽ, NS മെമ്മോറിയൽ കോളേജ് ഓഫ് നഴ്സിംഗ് പാലത്ര കൊല്ലം, ട്രാവൻകൂർ കോളേജ് ഓഫ് നഴ്സിംഗ് കൊല്ലം, വിജയ കോളേജ് ഓഫ് നഴ്സിംഗ് കൊട്ടാരക്കര, പരബ്രഹ്മ കോളേജ് ഓഫ് നഴ്സിംഗ് ഓച്ചിറ,
VNSS കോളേജ് ഓഫ് നഴ്സിംഗ് കൊല്ലം, ഉപാസന കോളേജ് ഓഫ് നഴ്സിംഗ് കൊല്ലം, മേഴ്സി കോളേജ് ഓഫ് നഴ്സിംഗ് കൊട്ടാരക്കര. ഇങ്ങനെ 11 കോളേജുകളാണ് മൊത്തം കൊല്ലത്തുള്ളത്. കൊല്ലത്ത് ഓൾമോസ്റ്റ് മിക്ക കോളേജിലും തന്നെ ഒരു 60 to 70 സീറ്റുകളാണുള്ളത്. ചില കോളേജുകളിൽ പരബ്രഹ്മ കോളേജിലും മേഴ്സി കോളേജിലും പരബ്രഹ്മ കോളേജിൽ 40 സീറ്റും മേഴ്സി കോളേജിൽ 30 സീറ്റുമാണുള്ളത് ടോട്ടൽ. ബാക്കി കോളേജുകളെല്ലാം തന്നെ അത്യാവശ്യം നല്ല സീറ്റ് കൗണ്ടും ഉണ്ട്. ഇനി AMCS FNCKക്ക് ഇവിടെ 3 കോളേജുകളുണ്ട്. AMCS FNCKക്ക് ബിഷപ്പ് ബെൻസിഗർ കോളേജ് ഓഫ് നഴ്സിംഗ് ആണ് ആദ്യം തന്നെ ആദ്യത്തെ കോളേജായിട്ട് വരുന്നത്. ബിഷപ്പ് ബെൻസിഗർ കോളേജ് ഓഫ് നഴ്സിംഗിൽ BSc നഴ്സിംഗിന് മൊത്തം 60 സീറ്റാണ് നൽകിയിരിക്കുന്നത്. അതിൽ 30 സീറ്റാണ് മാനേജ്മെന്റ് സീറ്റിലൂടെ വരുന്നത്. അടുത്തത് നമ്മൾ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കോളേജ് AMCS FNCKയുടെ അണ്ടറിലുള്ളത് ഹോളി ക്രോസ് കോളേജ് ഓഫ് നഴ്സിംഗ് കൊട്ടിയമാണ്. അത് കൂടാതെ തന്നെ മൂന്നാമത്തെ കോളേജായിട്ട് വരുന്നത് സെന്റ് ജോസഫ് കോളേജ് ഓഫ് നഴ്സിംഗ് 5. ഈ 3 കോളേജ് AMCS FNCKയുടെ അണ്ടറിലാണ് വരുന്നത്. ട്രിവാൻഡ്രത്ത് ഒരുപാട് നല്ല കോളേജുകളുണ്ട്. അതിൽ തന്നെ നമ്മൾ 3 കോളേജുകളിലേക്ക് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ ഒന്നാം സ്ഥാനം നമ്മൾ നൽകുന്നത് ശ്രീഗോകുലം നഴ്സിംഗ് കോളേജിനാണ് ഒന്നാം സ്ഥാനം നൽകുന്നത്. രണ്ടാം സ്ഥാനം നമ്മൾ നൽകുന്നത് കിംസ് കോളേജ് ഓഫ് നഴ്സിംഗിനാണ്. കിംസ് ഗ്രൂപ്പിന്റെ അണ്ടറിലുള്ള കിംസ് കോളേജ് ഓഫ് നഴ്സിംഗിനാണ് നമ്മൾ രണ്ടാം സ്ഥാനം നൽകുന്നത്. മൂന്നാം സ്ഥാനം നമ്മൾ 2 കോളേജുകൾക്ക് നൽകുകയാണ്. ഒന്ന് കോളേജ് ഓഫ് നഴ്സിംഗ് അനന്തപുരി ഹോസ്പിറ്റലിന്റെ അണ്ടറിലുള്ള കോളേജ് ഓഫ് നഴ്സിംഗിനും അതുകൂടാതെ തന്നെ നമ്മൾ തുല്യമായിട്ട് SP ഫോർട്ട് കോളേജ് ഓഫ് നഴ്സിംഗിനും നൽകുകയാണ്. കാരണം SP ഫോർട്ട് ഹോസ്പിറ്റൽ ഒരു JC അക്രഡിറ്റഡ് ഹോസ്പിറ്റലാണ്. കേരളത്തിൽ റീസെന്റ് ആയിട്ട് JC അക്രഡിറ്റഡ് ഹോസ്പിറ്റലായി മാറിയിരിക്കുകയാണ് SP ഫോർട്ട് ഹോസ്പിറ്റൽ. അതുകൊണ്ട് തന്നെ അവരുടെ അണ്ടറിലുള്ള ഈ ഒരു കോളേജിന് നമ്മൾ 3ാം സ്ഥാനം നൽകിയിരിക്കുകയാണ്. PNC മാക്കിന്റെ അണ്ടറിൽ എത്ര കോളേജുകളാണ് കൊല്ലത്തുള്ളതെന്ന് നമുക്ക് നോക്കാം. PNC മാക്കിന്റെ അണ്ടറിലുള്ളതാണ് അസീസിയ കോളേജ് ഓഫ് നഴ്സിംഗ്. ഇവിടെ മുസ്ലിം മൈനോറിറ്റി വെയിറ്റേജ് നൽകുന്ന കോളേജാണ് അസീസിയ കോളേജ് ഓഫ് നഴ്സിംഗ്. ഇവിടെ 25 മാനേജ്മെന്റ് സീറ്റ് ഉണ്ട്. ട്രാവൻകൂർ കോളേജ് ഓഫ് നഴ്സിംഗ് ഉണ്ട്. അവിടെയും മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് വെയിറ്റേജ് നൽകുന്ന കോളേജാണ്. ഉപാസന കോളേജ് ഓഫ് നഴ്സിംഗ് ഉണ്ട്. പക്ഷേ ഇവിടെ വെയിറ്റേജ് ഇല്ല. ഒരു കമ്മ്യൂണിറ്റിക്കും വെയിറ്റേജ് അവർ നൽകുന്നില്ല. VNSS കോളേജ് ഓഫ് നഴ്സിംഗ് ഉണ്ട്. ഇവിടെയും നിലവിൽ ഒരു കമ്മ്യൂണിറ്റിക്കും വെയിറ്റേജ് നൽകുന്നില്ല. അങ്ങനെ മൊത്തം 4 കോളേജുകളാണ് PNC മാക്കിന്റെ അണ്ടറിലുള്ളത്. ടോട്ടൽ 11 കോളേജാണ്. 3 കോളേജ് AMCS FNCKയുടെ അണ്ടറിലും 4 കോളേജ് PNC മാക്കിന്റെ അണ്ടറിലുമാണ് കൊല്ലം ജില്ലയിൽ വരുന്നത്. ഇനി കൊല്ലം ജില്ലയിലെ ബെസ്റ്റ് കോളേജസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാം സ്ഥാനം നമ്മൾ നൽകുന്ന ട്രാവൻകൂർ കോളേജ് ഓഫ് നഴ്സിംഗ് ആണ്. ട്രാവൻകൂർ മെഡിസിറ്റിയുടെ അണ്ടറിലുള്ള ട്രാവൻകൂർ കോളേജ് ഓഫ് നഴ്സിംഗിനാണ് ഒന്നാം സ്ഥാനം നൽകുന്നത്. രണ്ടാം സ്ഥാനം നമ്മൾ നൽകുന്നത് ഹോളി ക്രോസ് കോളേജ് ഓഫ് നഴ്സിംഗ് കൊട്ടിയത്തിനാണ്. മൂന്നാം സ്ഥാനം നമ്മൾ നൽകുന്നത് 2 കോളേജുകൾക്കാണ്. ഒന്ന് ബിഷപ്പ് ബെൻസിഗർ കോളേജ് ഓഫ് നഴ്സിംഗിനും അതുകൂടാതെ സെന്റ് ജോസഫ് കോളേജ് ഓഫ് നഴ്സിംഗ് അഞ്ചലിനുമാണ് നമ്മൾ 3ാം സ്ഥാനം തുല്യമായിട്ട് നൽകുന്നത്. ഇതാണ് കൊല്ലം ജില്ലയിലെ നമ്മുടെ റേറ്റിംഗ് പ്രകാരമുള്ള മികച്ച കോളേജുകൾ. നമ്മൾ അടുത്തതായിട്ട് വരാനായിട്ട് പോകുന്ന പത്തനംതിട്ട ജില്ലയിലാണ്. പത്തനംതിട്ട ജില്ലയിൽ 11 കോളേജാണുള്ളത്. അർച്ചന കോളേജ് ഓഫ് നഴ്സിംഗിൽ മൊത്തം 60 സീറ്റ്, സെന്റ് ഗ്രിഗോറിയസ് കോളേജ് ഓഫ് നഴ്സിംഗിൽ 60 സീറ്റ്, ഹോളി ക്രോസ് കോളേജ് ഓഫ് നഴ്സിംഗിൽ 40 സീറ്റ്, MGM മുത്തൂറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് കോഴഞ്ചേരിയിലുള്ള കോളേജിൽ 60 സീറ്റ്, പത്തനംതിട്ടയിലുള്ള MGM മുത്തൂറ്റ് കോളേജ് ഓഫ് നഴ്സിംഗിൽ 60 സീറ്റ്, പൊയ്യാനൽ കോളേജ് ഓഫ് നഴ്സിംഗിൽ 40 സീറ്റ്, പുഷ്പഗിരി കോളേജ് ഓഫ് നഴ്സിംഗ് അതായത് പുഷ്പഗിരി മെഡിക്കൽ കോളേജിനുള്ള കോളേജ് ഓഫ് നഴ്സിംഗിൽ 75 സീറ്റ്, തിരുവല്ല മെഡിക്കൽ മിഷന്റെ അണ്ടറിലുള്ള കോളേജിൽ TMM കോളേജ് ഓഫ് നഴ്സിംഗിൽ 65 സീറ്റ്, മൗണ്ട് സിയോൺ കോളേജ് ഓഫ് നഴ്സിംഗിൽ 50 സീറ്റ്, ചിത്ര കോളേജ് ഓഫ് നഴ്സിംഗിൽ 40 സീറ്റ്, ശ്രീ അയ്യപ്പ കോളേജ് ഓഫ് നഴ്സിംഗ് വടശ്ശേരിക്കരയിലുള്ള ശ്രീ അയ്യപ്പ കോളേജ് ഓഫ് നഴ്സിംഗിൽ മൊത്തം 45 സീറ്റ്. എന്നിങ്ങനെ 11 കോളേജുകളാണ് നമുക്ക് ടോട്ടൽ കോളേജുകളുള്ളത്. ഇതിൽ തന്നെ നമ്മൾ വന്നു കഴിഞ്ഞാൽ AMCS FNCKയുടെ അണ്ടറിൽ വരുന്ന 2 കോളേജിലാണുള്ളത്. ഒന്ന് സെന്റ് ഗ്രിഗോറിയസ് കോളേജ് ഓഫ് നഴ്സിംഗ് പരുമലയും അടുത്തത് പുഷ്പഗിരി കോളേജ് ഓഫ് നഴ്സിംഗ് പത്തനംതിട്ടയുമാണ്. PNC മാക്കിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ PNC മാക്കിന്റെ അണ്ടറിൽ വരുന്നത് 3 കോളേജുകളാണ്. അർച്ചന കോളേജ് ഓഫ് നഴ്സിംഗ് പത്തനംതിട്ട, ചിത്ര കോളേജ് ഓഫ് നഴ്സിംഗ് പന്തളം, തിരുവല്ല മെഡിക്കൽ മിഷന്റെ അണ്ടറിലുള്ള കോളേജ് ഓഫ് നഴ്സിംഗ്. ഇങ്ങനെയാണ് നമ്മുടെ PNC മാക്കിന്റെ അണ്ടറിൽ കോളേജസ് വരുന്നത്. ഇനി ഈ PNC മാക്കിന്റെ അണ്ടറിലും ഉള്ള കോളേജുകൾ നമ്മൾ PNC മാക്കിലൂടെ അപ്ലൈ ചെയ്യണം. AMCS FNCKയുടെ അണ്ടറിലുള്ളത് അവരിലൂടെ വേണം അപ്ലൈ ചെയ്യാനായിട്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇനി ഈ പത്തനംതിട്ട ജില്ലയിലെ ബെസ്റ്റ് കോളേജുകൾ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 1ാം സ്ഥാനം നൽകാനായിട്ട് പറ്റുന്നത് പുഷ്പഗിരി കോളേജ് ഓഫ് നഴ്സിംഗ്, പുഷ്പഗിരി മെഡിക്കൽ കോളേജിന്റെ അണ്ടറിലുള്ള പുഷ്പഗിരി കോളേജ് ഓഫ് നഴ്സിംഗിനാണ് നമ്മൾ 1ാം സ്ഥാനം നൽകുന്നത്. 2ാം സ്ഥാനം നമ്മൾ നൽകുന്നത് സെന്റ് ഗ്രിഗോറിയോസ് കോളേജ് ഓഫ് നഴ്സിംഗ് പരുമല, അതായത് സെന്റ് ഗ്രിഗോറിയോസ് കോളേജ് ഓഫ് നഴ്സിംഗ് പരുമല ഹോസ്പിറ്റലിന്റെ അണ്ടറിൽ വരുന്ന ആ ഒരു കോളേജാണ്. അതിനാണ് നമ്മൾ 2ാം സ്ഥാനം നൽകുന്നത്. ഇനി 3ാം സ്ഥാനത്തേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ നൽകുന്നത് തിരുവല്ല മെഡിക്കൽ മിഷൻ അണ്ടറിലുള്ള TMM കോളേജ് ഓഫ് നഴ്സിംഗിനാണ്. ഒരു ചെറിയ കാര്യം കൂടെ ജസ്റ്റ് പറഞ്ഞു പോവുകയാണ്. നമുക്ക് പത്തനംതിട്ടയിൽ അടൂരുള്ള ഹോളി ക്രോസ് കോളേജ് ഓഫ് നഴ്സിംഗും ഈ ഒരു AMCS FNCKയുടെ അണ്ടറിൽ വരുന്നതാണ് എന്ന് ജസ്റ്റ് ഒന്ന് പറയുകയാണ്. 3 കോളേജുകളാണ് അപ്പോൾ ശരിക്കും AMCS FNCKയുടെ അണ്ടറിൽ വരുന്നത്.
അടുത്ത് നമ്മൾ വരുന്ന ആലപ്പുഴ ജില്ലയിലേക്കാണ്. ആലപ്പുഴ ജില്ലയിൽ 4 കോളേജുകളാണ് LBSന്റെ ഗൈഡ് ലൈൻസ് പ്രകാരമുള്ളത്. KVM കോളേജ് ഓഫ് നഴ്സിംഗ് 60 സീറ്റുണ്ട്. ജോസ്കോ കോളേജ് ഓഫ് നഴ്സിംഗ് ഒരു പ്രത്യേകത, ജോസ്കോ കോളേജ് ഒരു വിമൻസ് ഒള്ളി കോളേജാണ്. അവിടെ 60 സീറ്റാണുള്ളത്. സെന്റ് തോമസ് കോളേജ് ഓഫ് നഴ്സിംഗ് പള്ളിക്കൽ കറ്റാനം, അവിടെ 50 സീറ്റുണ്ട്. SH കോളേജ് ഓഫ് നഴ്സിംഗ് 40 സീറ്റാണുള്ളത്. ഇങ്ങനെ 4 കോളേജുകളാണ് നമുക്ക് LBSന്റെ വെബ്സൈറ്റിലുള്ളത്. ഇതിൽ തന്നെ PNC മാക്കിലുള്ള കോളേജുകളാണ് ജോസ്കോ കോളേജ് ഓഫ് നഴ്സിംഗും സെന്റ് തോമസ് കോളേജ് ഓഫ് നഴ്സിംഗും. ഈ PNC മാക്കിന്റെ വെബ്സൈറ്റിൽ പക്ഷേ ഒരു കോളേജ് അഡീഷണൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. ആ ഒരു കോളേജ് LBSന്റെ ഇതിൽ ഇൻക്ലൂഡഡ് അല്ല, ഹിന്ദുസ്ഥാൻ കോളേജ് ഓഫ് നഴ്സിംഗ്. പക്ഷേ LBS വിട്ടുപോയതായിരിക്കാം ഈ ഒരു ഇത് അപ്ഡേറ്റ് ചെയ്ത് വന്നപ്പോൾ. ഹിന്ദുസ്ഥാൻ കോളേജ് ഓഫ് നഴ്സിംഗ് എന്ന് പറഞ്ഞൊരു കോളേജ് ഉണ്ട്. ഇവിടെ നിലവിൽ 50 സീറ്റാണ് കാണിക്കുന്നത്. ഈ ഒരു 50 സീറ്റ് PNC മാക്കിന്റെ ഇതിലേക്ക് വന്നിട്ടില്ല. ആ ഒരു കാര്യം കൂടെ നമ്മൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഇത്രയും കോളേജുകൾ മാത്രം ഉണ്ട്. ഇനി AMCS FNCKയിലേക്ക് വരുമ്പോഴേക്കും AMCS FNCKയിൽ SH കോളേജ് ഓഫ് നഴ്സിംഗ് ആണ് ഉള്ളത്. ചേർത്തലയിലുള്ള ഈ ഇത്രയും കോളേജുകളാണ് നിലവിൽ ആലപ്പുഴയിലുള്ളത്. പക്ഷേ ഇത്രയും 5 കോളേജുകൾ മാത്രം ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു 5 കോളേജുകളും നമ്മൾ 1, 2, 3, 4 സ്ഥാനങ്ങൾ നമ്മൾ കൊടുക്കുന്നില്ല. അതുകൊണ്ട് ആലപ്പുഴ ജില്ല ആസച്ച് 5 കോളേജുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് വിടുകയാണ്. കൂട്ടുകാരെ, അടുത്ത് നമ്മൾ വരുന്ന അക്ഷരനഗരിയായ കോട്ടയത്തേക്കാണ്. കോട്ടയത്ത് 12 കോളേജുകളാണ് LBSന്റെ വെബ്സൈറ്റ് പ്രകാരമുള്ളത്. BCF കോളേജ് ഓഫ് നഴ്സിംഗ് 50 സീറ്റാണ് മൊത്തം ഉള്ളത്. കാരിത്താസ് കോളേജ് ഓഫ് നഴ്സിംഗിൽ 70 സീറ്റുണ്ട്. സെന്റ് തോമസ് കോളേജ് ഓഫ് നഴ്സിംഗ് ചെത്തിപ്പുഴയിൽ 65 സീറ്റുണ്ട്. ലിറ്റിൽ ലൂർദ് കോളേജ് ഓഫ് നഴ്സിംഗിൽ 40 സീറ്റ്. മാർസിയോ കോളേജ് ഓഫ് നഴ്സിംഗിൽ നമുക്ക് മൊത്തമുള്ളത് 75 സീറ്റാണ്. മേഴ്സി കോളേജ് ഓഫ് നഴ്സിംഗിൽ 55 സീറ്റ്. ലയാമ മെമ്മോറിയൽ കോളേജ് ഓഫ് നഴ്സിംഗിൽ 30 സീറ്റ്. തിരുഹൃദയ കോളേജ് ഓഫ് നഴ്സിംഗിൽ 50 സീറ്റ്. അസീസി കോളേജ് ഓഫ് നഴ്സിംഗിൽ 40 സീറ്റ്. വേളാങ്കണ്ണി മാതാ കോളേജ് ഓഫ് നഴ്സിംഗിൽ 40 സീറ്റ്. കോളേജ് ഓഫ് നഴ്സിംഗ് ഗുരു എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ അണ്ടറിലുള്ള കോളേജ് ഓഫ് നഴ്സിംഗിൽ 60 സീറ്റ്. തിയോഫിലസ് കോളേജ് ഓഫ് നഴ്സിംഗ് കങ്ങഴയിൽ 50 സീറ്റ്. എന്നിങ്ങനെ മൊത്തം 12 കോളേജുകളാണുള്ളത്. ഇതിൽ PNC മാക്കിന് അണ്ടർ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരൊറ്റ കോളേജ് മാത്രമേ ഉള്ളൂ. അത് വേളാങ്കണ്ണി മാതാ കോളേജ് ഓഫ് നഴ്സിംഗ് ആണ്. വേളാങ്കണ്ണി മാതാ കോളേജ് ഓഫ് നഴ്സിംഗ് PNC മാക്കിന് അണ്ടറിലാണെങ്കിലും അത് കാരിത്താസ് കോളേജിന്റെ ഗ്രൂപ്പിന്റെ അണ്ടറിൽ വരുന്നതാണ്. ഇനി AMCS FNCKയിലേക്ക് വന്നു കഴിഞ്ഞാൽ AMCS FNCKയിൽ കോട്ടയം ജില്ലയിലെ കുറേയേറെ കോളേജുകളുണ്ട്. കാരണം കോട്ടയം ജില്ലയിലെ ഭൂരിപക്ഷം കോളേജുകളും ഈ AMCS FNCKയുടെ അണ്ടറിലാണ് വരുന്നത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാരിത്താസ് കോളേജ് ഓഫ് നഴ്സിംഗ്, അതുകൂടാതെ തന്നെ ലിറ്റിൽ ലൂർദ് കോളേജ് ഓഫ് നഴ്സിംഗ്, മാർസ്ലീവ കോളേജ് ഓഫ് നഴ്സിംഗ് പാല, അതുകൂടാതെ മേഴ്സി കോളേജ് ഓഫ് നഴ്സിംഗ് കോട്ടയം, അതായത് തലവലപ്പുറമുള്ള മേഴ്സി കോളേജ് ഓഫ് നഴ്സിംഗ്, സെന്റ് തോമസ് കോളേജ് ഓഫ് നഴ്സിംഗ് ചെത്തിപ്പുഴ ഹോസ്പിറ്റൽ അണ്ടറിലുള്ള സെന്റ് തോമസ് കോളേജ് ഓഫ് നഴ്സിംഗ് എന്നിവയാണ് AMCS FNCKയുടെ അണ്ടറിലുള്ള ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ ഹോസ്പിറ്റൽസ് ആയിട്ട് വരുന്നത്. കോട്ടയം ജില്ലയിൽ 12 ഹോസ്പിറ്റൽസ് കോളേജുകളുണ്ട്. ഇതിൽ നമ്മൾ 1ാം സ്ഥാനം നൽകുന്ന കാരിത്താസ് കോളേജ് ഓഫ് നഴ്സിംഗിനാണ്. 1ാം സ്ഥാനം കാരിത്താസ് കോളേജ് ഓഫ് നഴ്സിംഗ് ആണ്. കേരളത്തിൽ തന്നെ വൺ ഓഫ് ദ മെയിൻ പ്രീമിയർ ഹോസ്പിറ്റലാണ് കാരിത്താസ് ഹോസ്പിറ്റൽ. അവരുടെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന കാരിത്താസ് കോളേജ് ഓഫ് നഴ്സിംഗിന് നമ്മൾ 1ാം സ്ഥാനം നൽകുകയാണ്. ഈ കാരിത്താസ് റീസെന്റ് ആയിട്ട് 2 വർഷം മുന്നേ മാതാ ഹോസ്പിറ്റൽ അക്വയർ ചെയ്തപ്പോൾ മാതായുടെ കോളേജായിട്ടുള്ള വേളാങ്കണ്ണി മാതാ കോളേജിനെ അവർ കാരിത്താസ് ഹോസ്പിറ്റൽ അക്വയർ ചെയ്തു. ഇപ്പോൾ കാരിത്താസിന്റെ ഏകദേശം അതേ സ്റ്റാൻഡേർഡിൽ തന്നെയാണ് വേളാങ്കണ്ണി മാതാ കോളേജ് ഓഫ് നഴ്സിംഗും പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇത് 2 കോളേജസ് ഉണ്ട്. ഇനി 2ാം സ്ഥാനത്തേക്ക് നമ്മൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മാർസ്ലീവ കോളേജ് ഓഫ് നഴ്സിംഗിനാണ് നമ്മൾ 2ാം സ്ഥാനം നൽകുന്നത്. 3ാം സ്ഥാനം നമ്മൾ നൽകുന്നത് തിരുഹൃദയ കോളേജ് ഓഫ് നഴ്സിംഗിനാണ്. കോട്ടയത്ത് നിന്ന് നമ്മൾ അടുത്ത് ഇടുക്കി ജില്ലയിലേക്കാണ് പോകുന്നത്. ഇടുക്കി ജില്ലയിൽ 4 കോളേജുകളാണുള്ളത്. അതിൽ അല്ലസർ കോളേജ് ഓഫ് നഴ്സിംഗ് ഉണ്ട്. ഹോളി ഫാമിലി കോളേജ് ഓഫ് നഴ്സിംഗ് അവിടെ 80 സീറ്റുണ്ട്. സെന്റ് ജോൺസ് കോളേജ് ഓഫ് നഴ്സിംഗ് കട്ടപ്പനയിൽ 70 സീറ്റ്. അൽഫോൺസ കോളേജ് ഓഫ് നഴ്സിംഗ് മുരിക്കാശ്ശേരി അവിടെ 40 സീറ്റ് എന്നിങ്ങനെയാണുള്ളത്. ഇതിൽ തന്നെ PNC മാക്കിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ PNC മാക്കിൽ നിലവിൽ ഇടുക്കി ജില്ലയിൽ നിന്ന് ഉള്ള കോളേജ് PNC മാക്കിന്റെ അണ്ടറിൽ നിലവിൽ ഒരു കോളേജസും ഇല്ല ഇടുക്കി ജില്ലയിൽ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇനി അടുത്തത് നമ്മൾ AMCS FNCKയിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഹോളി ഫാമിലി കോളേജ് ഓഫ് നഴ്സിംഗ് തൊടുപുഴ ഉണ്ട്. അതുകൂടാതെ തന്നെ സെന്റ് ജോൺസ് കോളേജ് ഓഫ് നഴ്സിംഗ് കട്ടപ്പന, അതുകൂടാതെ വീണ്ടും നമ്മൾ വന്നു കഴിഞ്ഞാൽ അൽഫോൺസ കോളേജ് ഓഫ് നഴ്സിംഗ് മുരിക്കാശ്ശേരി. ഈ 3 കോളേജുകൾ AMCS FNCKയുടെ അണ്ടറിലാണ് വരുന്നത്. AMCS FNCKയിൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ക്രിസ്ത്യൻ മൈനോറിറ്റിക്ക് പ്രാതിനിധ്യം നൽകിക്കൊണ്ടാണ് അവർ ആ ഒരു കോളേജസ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നു, ആ ഒരു അഡ്മിഷൻ പ്രോസസ്സ് ക്രമീകരിച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ഇനി അടുത്തതായിട്ട് പോകാനായിട്ട് പോകുന്ന ഇടുക്കി ജില്ലയിൽ നിന്ന് നമ്മൾ എറണാകുളം ജില്ലയിലേക്കാണ് പോകുന്നത്. എറണാകുളം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ നഴ്സിംഗ് കോളേജുകളുള്ളത്. കാർമൽ കോളേജ് ഓഫ് നഴ്സിംഗ് ആലുവ, ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് നഴ്സിംഗ്, ലിസി കോളേജ് ഓഫ് നഴ്സിംഗ്, ലൂർദ് കോളേജ് ഓഫ് നഴ്സിംഗ്, മാർ ബസേലിയസ് കോളേജ് ഓഫ് നഴ്സിംഗ് കോതമംഗലം, MOIC കോളേജ് ഓഫ് നഴ്സിംഗ് എറണാകുളം, നിർമ്മല മെഡിക്കൽ സെന്ററിന്റെ കോളേജ് ഓഫ് നഴ്സിംഗ് മൂവാറ്റുപുഴ, സാൻജോഫ് കോളേജ് ഓഫ് നഴ്സിംഗ് പുല്ലുവഴി, സമരട്ടൻ കോളേജ് ഓഫ് നഴ്സിംഗ് പഴങ്ങനാട്, ശ്രീ സുധീന്ദ്ര കോളേജ് ഓഫ് നഴ്സിംഗ് എറണാകുളം, വെൽകെയർ കോളേജ് ഓഫ് നഴ്സിംഗ് വെട്ടിക്കല്, സെന്റ് ജോസഫ് കോളേജ് ഓഫ് നഴ്സിംഗ് ധർമ്മഗിരി, മെഡിക്കൽ ട്രസ്റ്റ് കോളേജ് ഓഫ് നഴ്സിംഗ്, അതുകൂടാതെ ലിറ്റിൽ ഫ്ലവർ കോളേജ് ഓഫ് നഴ്സിംഗ് അങ്കമാലി, ലിസ്യൂക്സ് കോളേജ് ഓഫ് നഴ്സിംഗ് മൂക്കന്നൂര്, ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ കോളേജ് ഓഫ് നഴ്സിംഗ് പെരുമ്പാവൂർ, നജാത്ത് കോളേജ് ഓഫ് നഴ്സിംഗ് ആലുവ, ശ്രീനാരായണ കോളേജ് ഓഫ് നഴ്സിംഗ് കുത്തിയതോട് എന്നിവയാണ് എറണാകുളം ജില്ലയിലെ കോളേജുകൾ.
ഇനി PNC മേഖലയ്ക്ക് വന്നു കഴിഞ്ഞാൽ PNC മേഖല 4 കോളേജുകളാണ് എറണാകുളം ജില്ലയിൽ എന്നുള്ളത്. ലൈല കോളേജ് ഓഫ് നഴ്സിംഗ് പെരുമ്പാവൂർ, മെഡിക്കൽ ട്രസ്റ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് എറണാകുളം, നജാത്ത് കോളേജ് ഓഫ് നഴ്സിംഗ് ആലുവ, ശ്രീ സുധീന്ദ്ര കോളേജ് ഓഫ് നഴ്സിംഗ് അമ്പലമേട് എറണാകുളം. ഇവയാണ് ഈ PNC മേഖലയ്ക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന കോളേജുകൾ. ഇനി AMCS FNCK വന്നു കഴിഞ്ഞാൽ കാർമൽ കോളേജ് ഓഫ് നഴ്സിംഗ് എറണാകുളം, ലിസി കോളേജ് ഓഫ് നഴ്സിംഗ് എറണാകുളം, ലിസിക്സ് കോളേജ് ഓഫ് നഴ്സിംഗ് എറണാകുളം, ലിറ്റിൽ ഫ്ലോർ കോളേജ് ഓഫ് നഴ്സിംഗ് അങ്കമാലി, ലൂർദ് കോളേജ് ഓഫ് നഴ്സിംഗ് എറണാകുളം, MOIC മെഡിക്കൽ കോളേജ് എറണാകുളം, അതായത് കോലഞ്ചേരിയിലുള്ള MOIC കോളേജ് ഓഫ് നഴ്സിംഗ്, സമരറ്റൻ പഴങ്ങനാട്, സാൻജോ പെരുമ്പാവൂര്, സെന്റ് ജോസഫ് കോതമംഗലം, ധർമ്മഗിരി ഹോസ്പിറ്റലിലെ സെന്റ് ജോസഫ് കോതമംഗലം എന്നിവയാണ് AMCS FNCKയുടെ അണ്ടറിലുള്ള എറണാകുളത്തെ നഴ്സിംഗ് കോളേജുകൾ. നമ്മൾ എറണാകുളം ജില്ലയിലെ കോളേജുകൾ റാങ്ക് ചെയ്യുകയാണെങ്കിൽ 1ാം സ്ഥാനം നൽകുന്നത് MOIC കോളേജ് ഓഫ് നഴ്സിംഗിനാണ്. MOIC ആണ് വളരെ മികച്ച കോളേജാണ്. MOICക്ക് 1ാം സ്ഥാനം നൽകുന്നു. 2ാം സ്ഥാനം നമ്മൾ 2 കോളേജുകൾക്ക് നൽകുകയാണ്, ലൂർദ് കോളേജ് ഓഫ് നഴ്സിംഗിനും ലിസി കോളേജ് ഓഫ് നഴ്സിംഗിനും. 3ാം സ്ഥാനം നമ്മൾ മാർ ബസീലിയസ് കോളേജ് ഓഫ് നഴ്സിംഗിനും ലിറ്റിൽ ഫ്ലോർ കോളേജ് ഓഫ് നഴ്സിംഗ് അങ്കമാലിക്കും നമ്മൾ 3ാം സ്ഥാനം നൽകുകയാണ്. ഇങ്ങനെയാണ് എറണാകുളം ജില്ലയിൽ നമ്മൾ ടോപ്പ് കോളേജസിന് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. കൂടാതെ നമ്മൾ അടുത്തായിട്ട് വരുന്ന തൃശ്ശൂർ ജില്ലയിലേക്കാണ്. തൃശ്ശൂർ ജില്ലയിൽ 9 നഴ്സിംഗ് കോളേജുകളാണുള്ളത്. അമല കോളേജ് ഓഫ് നഴ്സിംഗ്, അശ്വിനി കോളേജ് ഓഫ് നഴ്സിംഗ്, എലൈറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് കൂർക്കഞ്ചേരി, ജൂബിലി മിഷൻ കോളേജ് ഓഫ് നഴ്സിംഗ്, മദർ കോളേജ് ഓഫ് നഴ്സിംഗ് ഒളരി, സ്നേഹോദയ കോളേജ് ഓഫ് നഴ്സിംഗ് കല്ലേറ്റിങ്കര, സെന്റ് ജെയിംസ് കോളേജ് ഓഫ് നഴ്സിംഗ് ചാലക്കുടി, മരിയ ത്രേസ്യ കോളേജ് ഓഫ് നഴ്സിംഗ് തൃശ്ശൂര്, വെസ്റ്റ്ഫോർട്ട് കോളേജ് ഓഫ് നഴ്സിംഗ് തൃശ്ശൂർ എന്നിവയാണ് ഈ 9 കോളേജുകൾ. ഇതിൽ PNC മേഖലയ്ക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ PNC മേഖല തൃശ്ശൂരിൽ നിന്ന് നമുക്ക് അശ്വിനി കോളേജ് ഓഫ് നഴ്സിംഗ് ഉണ്ട്, എലൈറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് ഉണ്ട്, മദർ കോളേജ് ഓഫ് നഴ്സിംഗ് ഉണ്ട്, വെസ്റ്റ്ഫോർട്ട് കോളേജ് ഓഫ് നഴ്സിംഗ് ഉണ്ട്. അങ്ങനെ 4 കോളേജുകളാണ് PNC മേഖലയുള്ളത്. AMCS FNCKയിലേക്ക് വന്നു കഴിഞ്ഞാൽ അമല കോളേജ് ഓഫ് നഴ്സിംഗ് ഉണ്ട്, അതുകൂടാതെ ജൂബിലി മിഷൻ കോളേജ് ഓഫ് നഴ്സിംഗ് ഉണ്ട്, മരിയ ത്രേസ്യ കോളേജ് ഓഫ് നഴ്സിംഗ് ഉണ്ട്, സ്നേഹോദയ കോളേജ് ഓഫ് നഴ്സിംഗ് ഉണ്ട്, സെന്റ് ജെയിംസ് കോളേജ് ഓഫ് നഴ്സിംഗ് ഉണ്ട്. ഇത്രയുമാണ് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വിവിധ അസോസിയേഷൻസ് ത്രൂ ഉള്ളത്. ബാക്കിയെല്ലാം അവർ ഡയറക്റ്റ് ആണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതിലെ റാങ്കിങ്ങിലേക്കാണ് വരുന്നത്. തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും മികച്ച കോളേജുകൾ നമ്മൾ 1ാം സ്ഥാനത്ത് അമല കോളേജ് ഓഫ് നഴ്സിംഗ് ആണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. 2ാം സ്ഥാനത്ത് ജൂബിലി മിഷൻ കോളേജ് ഓഫ് നഴ്സിംഗ്. 3ാം സ്ഥാനം നമ്മൾ 2 കോളേജുകൾക്കാണ് നൽകുന്നത്. ഒന്ന് സെന്റ് ജെയിംസ് കോളേജ് ഓഫ് നഴ്സിംഗിനും 3ാം സ്ഥാനത്ത് ഒന്നാമത് വന്നിരിക്കുന്നത് പങ്കിട്ടിരുന്നതിൽ ആദ്യം സെന്റ് ജെയിംസ് കോളേജ് ഓഫ് നഴ്സിംഗ്, രണ്ടാമത് വെസ്റ്റ്ഫോർട്ട് കോളേജ് ഓഫ് നഴ്സിംഗ്. ഇവയെല്ലാമാണ് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ മികച്ച കോളേജുകളായിട്ട് നമ്മൾ റാങ്ക് ചെയ്തിരിക്കുന്നത്. തൃശ്ശൂരിൽ നിന്ന് നമ്മൾ നേരെ പാലക്കാട്ടേക്കാണ് പോകുന്നത്. പാലക്കാട് ജില്ലയിൽ 8 കോളേജുകളാണുള്ളത്. ക്രിസന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് പാലക്കാട്, അതായത് ആലത്തൂരുള്ള കോളേജാണ്. കരുണ കോളേജ് ഓഫ് നഴ്സിംഗ് പാലക്കാട്, അവിടെ പിന്നെ അതുകൂടാതെ മുസ്ലിം മൈനോറിറ്റി പ്രയോറിറ്റി നൽകുന്ന ഒരു കോളേജാണ്. പിന്നെ അതുകൂടാതെ സെവൻത് അഡ്വന്റിസ്റ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് ഒറ്റപ്പാലം, പിംസ് കോളേജ് ഓഫ് നഴ്സിംഗ്, സാൻജോ കോളേജ് ഓഫ് നഴ്സിംഗ് വെള്ളാപ്പാറ പാലക്കാട്, PK ദാസ് കോളേജ് ഓഫ് നഴ്സിംഗ് വാണിയംകുളം, അഹല്യ കോളേജ് ഓഫ് നഴ്സിംഗ് കൊഴിപ്പാറ, വള്ളുവനാട് കോളേജ് ഓഫ് നഴ്സിംഗ് ഒറ്റപ്പാലം എന്നിവയാണ് ആ കോളേജുകൾ. നമ്മൾ PNC മേഖലയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഈ PNC മേഖല നമ്മുടെ ഈ ഒരു പാലക്കാട് ജില്ലയിൽ ആദ്യം ക്രസന്റ് കോളേജ് ഓഫ് നഴ്സിംഗ്, കരുണ കോളേജ് ഓഫ് നഴ്സിംഗ്, കേരള കോളേജ് ഓഫ് നഴ്സിംഗ്, സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് എന്നീ കോളേജുകളാണ് PNC മേഖല വന്നിരിക്കുന്നത്. ഇനി നമ്മൾ AMCS FNCKയിലേക്ക് വന്നു കഴിഞ്ഞാൽ കോളേജുകൾ ഇല്ല AMCS FNCKയിൽ ഈ ഒരു പാലക്കാട് ജില്ലയിൽ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ പാലക്കാട് ജില്ലയിലെ കോളേജുകളെ റാങ്ക് ചെയ്ത് കഴിഞ്ഞാൽ 1ാം സ്ഥാനം നമ്മൾ നൽകുന്നത് കരുണ കോളേജ് ഓഫ് നഴ്സിംഗിനാണ്. 1ാം സ്ഥാനം നൽകുന്നത്. 2ാം സ്ഥാനം നമ്മൾ നൽകുന്നത് PK ദാസ് കോളേജ് ഓഫ് നഴ്സിംഗിനാണ്. 3ാം സ്ഥാനം നമ്മൾ നൽകുന്നത് അഹല്യ കോളേജ് ഓഫ് നഴ്സിംഗിനും സാൻജോ കോളേജ് ഓഫ് നഴ്സിംഗിനും തുല്യമായിട്ടാണ് നമ്മൾ നൽകുന്നത്. നമ്മൾ പാലക്കാട് ജില്ലയിൽ നമ്മൾ മലപ്പുറം ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ മൊത്തം 8 കോളേജുകളാണുള്ളത്. MES കോളേജ് ഓഫ് നഴ്സിംഗ്, അവിടെ 70 സീറ്റ് ഉണ്ട്. മിംസ് കോളേജ് ഓഫ് നഴ്സിംഗ് ഉണ്ട്. കോളേജ് ഓഫ് നഴ്സിംഗ് മൗനാന ഹോസ്പിറ്റൽ അണ്ടറിലുള്ള കോളേജ് ഓഫ് നഴ്സിംഗ് ഉണ്ട്. അൽഷിഫ കോളേജ് ഓഫ് നഴ്സിംഗ് ഉണ്ട്. അൽമാസ് കോളേജ് ഓഫ് നഴ്സിംഗ് ഉണ്ട്. EMS മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ അണ്ടറിലുള്ള കോളേജ് ഓഫ് നഴ്സിംഗ് ഉണ്ട്. എടപ്പാൾ കോളേജ് ഓഫ് നഴ്സിംഗ് ഉണ്ട്. IET കോളേജ് ഓഫ് നഴ്സിംഗ് ഉണ്ട്. നമ്മൾ PNC മേഖലയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഈ PNC മേഖല അൽമാസ് കോളേജ് ഓഫ് നഴ്സിംഗ്, അൽഷിഫ കോളേജ് ഓഫ് നഴ്സിംഗ്, MES കോളേജ് ഓഫ് നഴ്സിംഗ് എന്നിവയാണ് മലപ്പുറം ജില്ലയിൽ നിന്ന് PNC മേഖല ഉൾപ്പെട്ടിരിക്കുന്ന കോളേജുകൾ. AMCS FNCKയിൽ മലപ്പുറം ജില്ലയിൽ നിന്ന് കോളേജുകളില്ല. ഇനി നമ്മൾ കോളേജുകളുടെ റാങ്കിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ 1ാം സ്ഥാനം നൽകിയിരിക്കുന്ന അൽഷിഫ കോളേജ് ഓഫ് നഴ്സിംഗിനാണ്. അൽഷിഫ ഹോസ്പിറ്റൽ അണ്ടറിലുള്ള കോളേജാണ്. നല്ല ഹോസ്പിറ്റലാണ് അൽഷിഫ, നല്ല കോളേജുമാണ്. 2ാം സ്ഥാനം നമ്മൾ നൽകുന്നത് മിംസ് കോളേജ് ഓഫ് നഴ്സിംഗിനാണ്. മലപ്പുറത്തുള്ള മിംസ് കോളേജ് ഓഫ് നഴ്സിംഗിനാണ്. 3ാം സ്ഥാനം നമ്മൾ നൽകുന്നത് കോപ്പറേറ്റീവ് കോളേജ് ഓഫ് നഴ്സിംഗ്, അതായത് EMS മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ അണ്ടറിലുള്ള കോളേജ് ഓഫ് നഴ്സിംഗിനാണ് നമ്മൾ 3ാം സ്ഥാനം നൽകുന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് പോകുന്ന കോഴിക്കോട് ജില്ലയിലേക്കാണ്. നമ്മൾ അടുത്തായിട്ട് വരുന്ന കോഴിക്കോട് ജില്ലയിൽ നമുക്ക് 10 കോളേജുകളാണുള്ളത്. അതിൽ ആദ്യം ഒന്നാമത് ബേബി മെമ്മോറിയൽ കോളേജ് ഓഫ് നഴ്സിംഗ്, 2 PVS കോളേജ് ഓഫ് നഴ്സിംഗ്, ശ്രീ ആഞ്ജനേയ കോളേജ് ഓഫ് നഴ്സിംഗ്, റെഡ് ക്രസന്റ് കോളേജ് ഓഫ് നഴ്സിംഗ്, ശാന്തി കോളേജ് ഓഫ് നഴ്സിംഗ്, നാഷണൽ ഹോസ്പിറ്റൽ കോളേജ് ഓഫ് നഴ്സിംഗ്, നിർമ്മല കോളേജ് ഓഫ് നഴ്സിംഗ്,
മാരികുന്ന് കോഴിക്കോട്, JDT ഇസ്ലാം കോളേജ് ഓഫ് നഴ്സിംഗ്, KMCT കോളേജ് ഓഫ് നഴ്സിംഗ്, സെന്റ് ജോസഫ് കോളേജ് ഓഫ് നഴ്സിംഗ് മുക്കം എന്നിവയാണ് കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള കോളേജുകൾ. AMCS FNCക്ക് കോളേജുകളില്ല. ഈ 10 കോളേജുകളിൽ PNC മാക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന കോളേജുകൾ നാഷണൽ കോളേജ് ഓഫ് നഴ്സിംഗ് PNC മാക്കിൽ വന്നിരിക്കുന്നതാണ്. PVS കോളേജ് ഓഫ് നഴ്സിംഗ് PNC മാക്കിലുണ്ട്. റെഡ് ക്രിസന്റ് കോളേജ് ഓഫ് നഴ്സിംഗ്, ശാന്തി കോളേജ് ഓഫ് നഴ്സിംഗ് എന്നീ 4 കോളേജുകൾ PNC മാക്കിന്റെ അണ്ടറിൽ വന്നിരിക്കുന്നതാണ്. ഇനി നമ്മൾ കോളേജുകളുടെ റാങ്കിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ 1ാം സ്ഥാനം നമ്മൾ നൽകുന്നത് ബേബി മെമ്മോറിയൽ കോളേജ് ഓഫ് നഴ്സിംഗിനാണ്. നമ്മൾ 2ാം സ്ഥാനം കൊടുക്കുന്നത് KMCT കോളേജ് ഓഫ് നഴ്സിംഗിനാണ്. KMCTയിൽ മൊത്തം 125 സീറ്റാണുള്ളത്. അത്ര വലിയൊരു കോളേജാണ് KMCT. KMCT ആയിട്ട് അഫിലിയേറ്റഡ് ആണ് നാഷണൽ കോളേജ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഇനി അടുത്ത് നമ്മൾ സ്ഥാനം കൊടുക്കുന്നത് ശ്രീ ആഞ്ജനേയ കോളേജ് ഓഫ് നഴ്സിംഗിനാണ്. ശ്രീ ആഞ്ജനേയ കോളേജ് ഓഫ് നഴ്സിംഗ് മലബാർ മെഡിക്കൽ കോളേജിന്റെ ക്യാമ്പസ് ഉളിയേരി ക്യാമ്പസിലാണ് ഈ ശ്രീ ആഞ്ജനേയ ഉള്ളത്. 3ാം സ്ഥാനം നമ്മൾ കൊടുക്കുന്നത് ശ്രീ ആഞ്ജനേയ കോളേജ് ഓഫ് നഴ്സിംഗിനാണ്. കൂട്ടുകാരെ, നമ്മൾ വയനാട് ജില്ലയിലേക്കാണ് വരുന്നത്. വയനാട് ജില്ലയിൽ 3 കോളേജുകളാണുള്ളത്. ഡോക്ടർ മൂപ്പൻസ് കോളേജ് ഓഫ് നഴ്സിംഗ്, വിനായക കോളേജ് ഓഫ് നഴ്സിംഗ്, അതുകൂടാതെ അസംഷൻ കോളേജ് ഓഫ് നഴ്സിംഗ്. ഇതിൽ അസംഷൻ കോളേജ് ഓഫ് നഴ്സിംഗ് AMCS FNCKയിൽ വരുന്ന കോളേജാണ്. ഇതിൽ തന്നെ വിനായക കോളേജ് ഓഫ് നഴ്സിംഗ് PNC മാക്കിൽ വരുന്നതാണ്. ഡോക്ടർ മൂപ്പൻസ് കോളേജ് ഓഫ് നഴ്സിംഗ് നമ്മുടെ വിംസ്, അതായത് വയനാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആസ്റ്റർ മെഡിസിറ്റിയുടെ അണ്ടറിലുള്ള ആസ്റ്റർ ഗ്രൂപ്പിന്റെ ആസ്റ്റർ വിംസ് ഹോസ്പിറ്റലിന്റെ അണ്ടറിൽ വരുന്നതാണ് ഡോക്ടർ മൂപ്പൻസ് നഴ്സിംഗ് കോളേജ്. അപ്പോൾ നമ്മൾ ഇതിന് പ്രത്യേക റാങ്കിങ് ഒന്നും കൊടുക്കുന്നില്ല, കാരണം 3 കോളേജുകൾ മാത്രമേ ഉള്ളൂ. നമ്മൾ വയനാട് ജില്ലയിൽ നിന്ന് കണ്ണൂർ ജില്ലയിലേക്കാണ് ഇനി പോകുന്നത്. അതിന് അടുത്ത് നമ്മൾ വരാനായിട്ട് പോകുന്ന ഈ ഒരു കണ്ണൂർ ജില്ലയിൽ 10 കോളേജുകളുണ്ട്. ഒന്ന് അതിൽ AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് കോളേജ് ഓഫ് നഴ്സിംഗ്, കനോസ കോളേജ് ഓഫ് നഴ്സിംഗ്, കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഫെഡറേഷൻ അണ്ടറിലുള്ള കോളേജ് ഓഫ് നഴ്സിംഗ് ഉണ്ട്, നെട്ടൂര്. അതുകൂടാതെ പയ്യന്നൂരുള്ള കോപ്പറേറ്റീവ് കോളേജ് ഓഫ് നഴ്സിംഗ് ഉണ്ട്, ലൂർദ് കോളേജ് ഓഫ് നഴ്സിംഗ് പുറ്റവത്തുണ്ട്. ഇനി അതുകൂടാതെ ക്രിസന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് പയങ്ങാടി, ധനലക്ഷ്മി കോളേജ് ഓഫ് നഴ്സിംഗ് കക്കാട്, കോളേജ് ഓഫ് നഴ്സിംഗ് കണ്ണൂർ മെഡിക്കൽ കോളേജ്, അതായത് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിന് അണ്ടറിലുള്ള കണ്ണൂർ മെഡിക്കൽ കോളേജിന്റെ കോളേജ് ഓഫ് നഴ്സിംഗ് ഉണ്ട്. പിന്നെ കോയിലി കോളേജ് ഓഫ് നഴ്സിംഗ് ഉണ്ട്, തളിപ്പറമ്പിലുള്ള കോപ്പറേറ്റീവ് കോളേജ് ഓഫ് നഴ്സിംഗ് ഉണ്ട്. ഇങ്ങനെ 10 കോളേജ് ഓഫ് നഴ്സിംഗ് ആണുള്ളത്. ഇതിൽ ഭൂരിപക്ഷം കോളേജുകളിലേക്കും ഡയറക്റ്റ് അഡ്മിഷൻസ് ആണ് നടക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇതിൽ AMCS FNCKയുടെ അണ്ടറിൽ വരുന്ന കനോസ കോളേജ് ഓഫ് നഴ്സിംഗ് ആണ്. PNC മാക്കിന്റെ അണ്ടറിൽ വരുന്നത് കണ്ണൂരുള്ള ക്രസന്റ് കോളേജ് ഓഫ് നഴ്സിംഗ്, ധനലക്ഷ്മി കോളേജ് ഓഫ് നഴ്സിംഗ്, കോയിലി കോളേജ് ഓഫ് നഴ്സിംഗ്, ലൂർദ് കോളേജ് ഓഫ് നഴ്സിംഗ് എന്നിവയാണ് PNC മാക്കിന്റെ അണ്ടറിൽ വരുന്നത്. ഈ PNC മാക്കിന്റെ അണ്ടറിൽ വരുന്ന 4 കോളേജസിലും പ്രത്യേകിച്ച് വേറെ മൈനോറിറ്റി കാറ്റഗറൈസേഷൻ ഒന്നുമില്ല. ഇനി ഇവിടെ നമ്മൾ റാങ്കിങ് കൊടുക്കുകയാണ്. 1ാം സ്ഥാനത്തേക്ക് വരുന്നത് AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് കോളേജ് ഓഫ് നഴ്സിംഗ് ആണ്. അവിടെ മൊത്തം 80 സീറ്റാണുള്ളത്. 2ാം സ്ഥാനത്ത് കനോസ കോളേജ് ഓഫ് നഴ്സിംഗ്, അവിടെ 50 സീറ്റാണുള്ളത്. 3ാം സ്ഥാനത്തേക്ക് വരുന്നത് നമ്മുടെ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിന്റെ, കണ്ണൂർ മെഡിക്കൽ കോളേജിന്റെ കോളേജ് ഓഫ് നഴ്സിംഗിനെയാണ് നമ്മൾ 3ാം സ്ഥാനത്തേക്ക് റാങ്ക് ചെയ്തിരിക്കുന്നത്. അവസാനത്തെ ജില്ലയിലേക്ക് നമ്മൾ വരാൻ പോവുകയാണ്, കാസർഗോഡ് ജില്ല. കാസർഗോഡ് ജില്ലയിൽ 2 നഴ്സിംഗ് കോളേജ് മാത്രമേ ഉള്ളൂ. മാലിക് ദിനാർ കോളേജ് ഓഫ് നഴ്സിംഗ്, ലക്ഷ്മി മേഘൻ കോളേജ് ഓഫ് നഴ്സിംഗ്. ഈ ലക്ഷ്മി മേഘൻ കോളേജ് ഓഫ് നഴ്സിംഗ്, മാലിക് ദിനാർ കോളേജ് ഓഫ് നഴ്സിംഗ് PNC മാക്കിന്റെ അണ്ടറിൽ വരുന്ന കോളേജുകളാണ്. അതിൽ മാലിക് ദിനാർ കോളേജ് ഓഫ് നഴ്സിംഗിന് മൈനോറിറ്റി സ്റ്റാറ്റസ് ഉണ്ട്. ഇതാണ് നമ്മുടെ ഈ ഒരു കോളേജ് ഓഫ് നഴ്സിംഗുകളെ സംബന്ധിക്കുന്ന ഡീറ്റെയിൽസ്. ഇപ്പൊ നിങ്ങൾക്ക് ഈ 14 ജില്ലകളിലെയും 163 കോളേജുകൾ നമ്മൾ പരിചയപ്പെടുത്തി. ഈ 163 കോളേജുകളിൽ നിങ്ങൾ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഏത് പ്രയോറിറ്റി ഓർഡർ കൊടുക്കണമെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ഒരു ധാരണ കിട്ടിക്കാണും. നമ്മൾ ഏറ്റവും നല്ല ടോപ്പ് കോളേജസ് പറഞ്ഞിരിക്കുന്ന കോളേജുകൾ ഓരോ ജില്ലയിലും ടോപ്പ് കോളേജുകളായിട്ട് റാങ്ക് ചെയ്തിരിക്കുന്നതിനെ നിങ്ങൾ നിങ്ങളുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല എക്സ്പോഷറും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. നമ്മൾ മികച്ച കോളേജിൽ നിന്ന് നമ്മൾ മെയിനായിട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിലാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ റൈസ് ടു വാറൻ ജസ്റ്റ് ഞങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുക. നിങ്ങൾക്ക് മറുപടികൾ ഞങ്ങൾ നൽകുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ നമ്മൾ ഇതോടെ അവസാനിക്കുകയാണ്. 163 കോളേജുകളെയും നമ്മൾ പേരെടുത്ത് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ 163 കോളേജുകളെ പറ്റി ഓരോ കോളേജിന്റെയും ഓരോ അസോസിയേഷനിലുള്ള കോളേജുകളെ പറ്റി നമ്മൾ പറഞ്ഞു. ഇനി നിങ്ങളുടെ കയ്യിലാണ്. വളരെ നല്ല രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ കോളേജ് പ്രയോറിറ്റൈസ് ചെയ്യുക. പ്രയോറിറ്റൈസ് ചെയ്ത് നല്ല കോളേജിൽ പഠിച്ചു വരിക. നിങ്ങൾക്കുള്ള എല്ലാ പിന്തുണയുമായി ഞങ്ങൾ നിങ്ങൾക്കൊപ്പം ഉണ്ടാകും. അപ്പോൾ കൂട്ടുകാരെ, സി യു, ബൈ.